നമസ്കാരം. വെഞ്ഞാറമൂട്ടിൽ 5 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ 23-കാരൻ അഫാന്റെ അച്ഛൻ റഹീം ഇപ്പോൾ 2 വർഷമായിട്ട് ഇഖാമയുടെ കാലാവധി തീർന്ന് സൗദിയിൽ യാത്രാവിലക്ക് നേരിടുകയായിരുന്നു. റഹീമിനെ വേഗം നാട്ടിലെത്തിക്കാൻ ഒന്നിച്ചത് സാമൂഹ്യ സംഘടനകളാണ്. അതാണ് സത്യത്തിൽ ഇപ്പോൾ ഫലം കണ്ടത്. രാവിലെ തിരുവനന്തപുരത്ത് റഹീം എത്തിയ റഹീം നേരെ ചികിത്സയിലുള്ള വെഞ്ഞാറമൂട്ടിലെ ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഭാര്യയുടെ അടുത്തേക്കാണ് പോയത്. മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷെമി ദുരന്തത്തെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടേയില്ല. ആരോഗ്യാവസ്ഥ മെച്ചമായി വരികയും ചെയ്യുന്നുണ്ട്. അതിനാൽ റഹീമിന്റെ സാന്നിധ്യത്തിലെല്ലാം ഷെമിയോട് അടുപ്പക്കാർ പറയുകയാണ് ചെയ്യുക. ഭാര്യയെ ദുരന്ത സമയത്ത് ചേർത്ത് നിർത്താനായിരുന്നു റഹീം നാട്ടിലേക്ക് ഓടിയെത്തിയത്. നാസ് വടക്കം ഇടപെട്ടത് കൊണ്ടാണ് സഹായിക്കാൻ കഴിഞ്ഞത്. ആശ്വാസം പകരാൻ ഒപ്പം നിന്നതാവട്ടെ സൗദിയിലെ പ്രവാസി സമൂഹവും. അദ്ദേഹം തൻ്റെ അവസ്ഥകൾ പുറം ലോകത്തെത്തിച്ച് സഹായിച്ച മാധ്യമങ്ങൾക്കാകെയും നന്ദി പറയുകയും ചെയ്തു. രാവിലെ 7:30-ഓടെയാണ് റഹീം തിരുവനന്തപുരത്ത് എത്തിയത്. നാട്ടിൽ 65 ലക്ഷം രൂപ കടമുണ്ടെന്നാണ് അഫാൻ പോലീസിന് മൊഴി കൊടുത്തത്. അതൊന്നും സത്യമല്ലെന്നാണ് ഇപ്പോൾ റഹീം പറയുന്നത്. തനിക്ക് നാട്ടിൽ 5 ലക്ഷത്തോളം രൂപ കടവും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ലോണുമാണ് ഉള്ളതെന്ന് റഹീം പറയുന്നു. അതിനിടയിൽ അഫാൻ ഒളിപ്പിച്ചു വെച്ച ആ സത്യം അല്ലെങ്കിൽ ആ രഹസ്യം എന്താണെന്ന് കണ്ടെത്താനായി പ്രതി അഫാന്റെ മാനസിക പരിശോധന നടത്താൻ പോലീസ് നീക്കം നടത്തുകയാണ്. പിതാവ് റഹീമിന്റെ മാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാന്റെ അറസ്റ്റ് പാങ്ങോട് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കൂട്ടക്കൊലപാതക പരമ്പരയിൽ ആദ്യ അറസ്റ്റാണിത്. 2 ദിവസമായി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന അഫാനെ ജയിലിലേക്ക് മാറ്റിയ ശേഷമാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. പ്രതിയുടെ കുറ്റസമ്മതമൊഴിയും ആവശ്യമായ തെളിവുകളും ലഭിച്ചെങ്കിലും കൊലപാതക രീതിയും പ്രതിയുടെ പ്രായവും പശ്ചാത്തലവും കണക്കിലെടുത്ത് മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായത്തോടെ സൈക്കോ അനാലിസിസ് പ്രൊഫൈൽ പോലീസ് തയ്യാറാക്കുകയാണ്. അഫാൻ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി മജിസ്ട്രേറ്റ് പ്രതിയെ മാർച്ച് 13 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭ്യർത്ഥനയനുസരിച്ചാണ് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുക. പ്രതിയുടെ മനോനില ശാസ്ത്രീയമായി പരിശോധിച്ച് കൃത്യമായ നിഗമനത്തിലെത്തുകയാണ് ലക്ഷ്യം വെക്കുന്നത്. സൈക്യാട്രിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുക. സൈക്കോളജിസ്റ്റും സംഘത്തിലുണ്ടാകും. കുറ്റാരോപിതനെ 10 മുതൽ 30 ദിവസം വരെ നിരീക്ഷിച്ച 3 സ്പെല്ലുകളിലായി ആണ് പരിശോധന നടത്തുക. പ്രതിയുടെ കുടുംബ പശ്ചാത്തലം മുതലുള്ള കാര്യങ്ങളിൽ നിന്ന് പരിശോധന ആരംഭിക്കും. വ്യക്തിയുടെ 2 തലമുറ മുൻപുള്ളവരിലെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ വിലയിരുത്താറുണ്ടെന്നാണ് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ജി മോഹൻ റോയി പറയുന്നത്. വ്യക്തിയുടെ 2 തലമുറ മുൻപുള്ളവരിലെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിൽ വിലയിരുത്താറുണ്ട് എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്ന അഭിപ്രായം. കുടുംബത്തിൽ ആർക്കെങ്കിലും മനോരോഗം, ആത്മഹത്യാ പ്രവണത എന്നിവ ഉണ്ടായിരുന്നു എന്നും പരിശോധിക്കും. ജനന സമയത്തെ ബുദ്ധിമുട്ടുകൾ, പഠന കാലയളവിലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾ, പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ, ജോലിസ്ഥലത്തെ ഇടപെടൽ എന്നിവയൊക്കെ ഇതിൽ വിലയിരുത്തപ്പെടും. ശാരീരിക പരിശോധനയും നടത്തും. സ്വഭാവ വ്യക്തിത്വ വൈകല്യങ്ങൾ പ്രത്യേകമായി പരിശോധിക്കും. കുറ്റകൃത്യം ചെയ്താലുണ്ടാകുന്ന ഭവിഷ്യത്തുക്കളെക്കുറിച്ച് പ്രതി ബോധവാനായിരുന്നോ എന്നതും പരിശോധിക്കും. ചോദ്യങ്ങളോടുള്ള പ്രതിയുടെ പ്രതികരണം, ശബ്ദത്തിലെ മാറ്റം, ശാരീരിക ചലനങ്ങൾ എന്നിവയും സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഇവയ്ക്ക് ശേഷമാണ് പ്രതിയെ സൈക്കോളജി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുക. ചോദ്യങ്ങളോട് നിസ്സഹകരിച്ചാൽ അത് പ്രത്യേകം നിരീക്ഷിക്കും. ശ്രദ്ധ, ഓർമ്മശക്തി, സമയ സ്ഥലകാല ബോധം എന്നിവയുടെ പരിശോധനയും നടത്തും. സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് കുറ്റാരോപിതനെ വിധേയമാക്കുകയും അത്തരത്തിൽ തലച്ചോറിലുള്ള വൈകല്യങ്ങളാണോ പ്രതിയുടെ സ്വഭാവ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വിലയിരുത്തും. ഒരിടത്തെ കടം തീർക്കാൻ മറ്റൊരിടത്ത് നിന്ന് കടം വാങ്ങി പണം മറിച്ചതാണ് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ സാമ്പത്തിക ബാധ്യത പെരുകാൻ ഇടയാക്കിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. 75 ലക്ഷത്തോളം രൂപ ബാധ്യതയുള്ളതിൽ 5 ലക്ഷം രൂപ മാത്രമാണ് ഗൾഫിലുള്ള പിതാവിന് കൈമാറിയതെന്നാണ് ബാങ്ക് രേഖകളിൽ വ്യക്തമാകുന്നത്. ഒരിക്കൽ മാത്രമാണ് പിതാവ്
അബ്ദുൾ റഹീമിന് പണം അയച്ചത്. ബാക്കി പണമെല്ലാം നാട്ടിൽ തന്നെ ചെലവഴിച്ചുവെന്നതാണ് നിഗമനം. പണം കടം നൽകിയ 12 പേരെ കണ്ടെത്തി പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തു. ചിട്ടിപ്പണമടക്കം തിരിച്ചു കൊടുക്കാനുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്തായതുകൊണ്ട് അബ്ദുൾ റഹീമിന്റെ മൊഴിയെടുക്കാൻ പരിമിതിയുണ്ടെങ്കിലും സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം റഹീമിനെ ബന്ധപ്പെടും. 15 ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമേ തനിക്കുള്ളൂവെന്നും അത് തീർക്കാൻ കുടുംബത്തെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് റഹീം പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചുരുളഴിയേണ്ടത്, ഇത്തരത്തിലൊരു മനഃശാസ്ത്രപരമായ നീക്കം നടത്തേണ്ടത് പോലീസിന്റെ കൂടി ആവശ്യമാവുകയാണ്. നന്ദി.